അപ്പോൾ നമ്മൾ പോംഫ്രീറ്റ് ഉണ്ടാക്കണം. ബ്ലാക്ക് പോംഫ്രീറ്റ് കുക്ക് ചെയ്യാൻ അല്ലേ? ഒരു വരി ഷെഫ് കുറച്ചധികം ഒഴിച്ചോട്ടാ. നല്ല ഡ്രസ് ചെയ്തോ. ഏത് ഞാൻ തിരിച്ചിട്ടെ നീ പ്രസ് അടിച്ചോ. എന്താണ് ചെയ്യേണ്ടത്? ഫസ്റ്റ് എന്താണ് ചെയ്യേണ്ടത്? ഒരു കൊല്ലം നന്നായിട്ട് ഒഴിക്കാം. ഇനി അടുത്ത് ഉപ്പിടാം. ഉപ്പിട്ടോ? കുറച്ചധികം കിട്ടോ? യെസ്. നീ മറിച്ചിട്ടെ ഇട്ടോളൂ. ഇട്ടോ. ഇനി ബ്ലാക്ക് പെപ്പർ കുറച്ചധികം കിട്ടോട്ടാ. യെസ്. സൈഡ് പെർഫെക്റ്റ്. അധികം ഒലിവ് ഒഴിക്കണ്ടെന്ന് വെച്ചാൽ പാൻ നല്ല ചൂടാണ്. നമുക്ക് പാനിലേക്ക് ഇടാം. നോക്കട്ടാ പാനിൽ ഈ സൗണ്ട് കേൾക്കണം. പാനിലേക്ക് പാൻ ചേർത്താ മീൻ വലുതാണ്. പാൻ ചേർത്താണ് കുറച്ച് ഓയിലധികം ഒഴിച്ചു കൊടുത്താ. ഇല്ല നമുക്ക് മറിച്ചിടാൻ ഒരു കളർ വന്നിട്ട് പിന്നെ നമ്മൾ സ്ലോ ഫയറിൽ ഇടാം. ചെറിയൊരു കളർ വന്നിട്ട് അയച്ചു വേണ്ട. നമുക്ക് ഗാർലിക്ക് ചതച്ചിരുന്നു കേട്ടോ. നിങ്ങൾ മറിച്ചിടാം. ലൈറ്റ് കളർ വരുന്ന മറിച്ചിടാം. രണ്ട് സൈഡ് നല്ല കളറാക്കാം. എന്നിട്ട് പിന്നെ സ്ലോ ഫയറിലാക്കിയിട്ട് നമുക്ക് ഗാർലിക്ക് ഇടാം. ഇനി അത് സ്ലോ ഫയറിലാക്കാൻ കാലി കിട്ടോ. എന്നിട്ട് കിട്ടോ. ഏയ് കിട്ടോ നേരിട്ടോ അല്ലോ ഒന്നുമില്ല. ഓക്കെ ഇനി നാരങ്ങ ശരിക്കും ഫിഷ് വലിക്കാൻ ഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. ഫിഷിൽ ഇടാൻ പറ്റുമോ? ഇതിൻ്റെ യെല്ലോ കളർ മാത്രം എടുക്കാൻ പാടുള്ളൂ. അതിൻ്റെ ഉള്ളിൽ എടുത്ത് കഴിഞ്ഞാൽ ചെറിയ പിക്ചർ വരും. ഇട്ട ടേസ്റ്റ് അധികം കട്ടാ ഇന്നത്തെ കഴിഞ്ഞാൽ കണ്ട വരും. എന്തും ഇടാം. വീട്ടെ ആവതില്ലാത്ത ഒരാൾ പിടിയാണ്. ഫുള്ളായിട്ടുണ്ടോ? ഇത് പിടിക്കട്ടോ. ഫുള്ള് വേണോ? മനസ്സിലായില്ലേ? അമരായി മാത്രല്ല ഷെഫിന്റെ ഈ മടക്കത്ത്. അപ്പൊ ഈ ഗാർലിക്, ഈ ബട്ടർ, ഒലിവ് ഓയിൽ, പെപ്പർ, ഈ ഐറ്റത്തിന്റെ പേരെന്താണ്? ഐറ്റം പ്രത്യേകിച്ച് പേരൊന്നുമില്ല. നമുക്ക് കിട്ടുന്നത് ചെറിയ ലാസ്റ്റ് ഒരു ഇത്തിരി മൈദ ഉണ്ടാ. മൈദ കോൺഫ്ലവർ ഉണ്ടാ. കുറച്ച് കോൺഫ്ലവർ ഇതിനകത്ത് വരും. ഇനിയിപ്പോൾ ഇത് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ചിലപ്പോൾ അതൊക്കെ ഇത് സ്ലോ കുക്കിങ് ചെയ്യേണ്ടത്. നമുക്ക് ഇങ്ങനെ പൊരി ഒഴിക്കണം. ഇതിൻ്റെ മുകളിൽ ഞാൻ ഇങ്ങനെ പിടിക്കാം. പിന്നെ പൊരി ഒഴിച്ചോ. അപ്പോൾ ഈ സ്ഥലത്തിന് കൂടുതൽ ഒഴിക്കുന്നത് കാരണം ഇവിടെ തിക്നെസ് കൂടുതലല്ലേ. ഇവിടെ തിക്ക് കുറവാണ്. ഇവിടെ ഓൾറെഡി കുക്ക് ആയിട്ടുണ്ടാവും. ഈ സൈഡിൽ കുക്ക് ആയിട്ടുണ്ടാവില്ല. അപ്പോൾ ഇവിടെ ഹെഡിൻ്റെ സൈഡിലും ഈ സൈഡിൽ കുറവൊഴിക്കണം കുറേ പ്രാവശ്യം. സാധാരണ നമ്മൾ ഹോട്ടലിൽ എങ്ങനെ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ ഇങ്ങനെ വെച്ചിട്ട് ബാഗ് ഇങ്ങനെ ഇങ്ങനെ അടിക്കും. പാല് കുക്ക് ചെയ്യില്ല. പാല് ഓൾറെഡി പച്ചക്കിന് പാല് ഒഴിച്ചോട്ടാ. പാല് ഒഴിക്കും. ഇയാളിങ്ങനെ ഓക്കെ ഫുള്ളായിട്ട് അങ്ങനെയല്ല. ഇതിങ്ങനെ പോരാ. ഫുള്ളായിട്ട് ഇങ്ങനെ പോയിട്ട് എന്നിട്ട് ഇങ്ങനെ ഒഴിക്കണം. ഓൾറെഡി കുക്ക് ആയി കണ്ട ഓക്കെ സോഫ്റ്റായിട്ട് വരണ്ട. പൊടിയുണ്ട് സോഫ്റ്റാണ്. ഉപ്പുണ്ടാ? കുടി ചൂടൊന്നുമില്ല. അമ്മയ്ക്ക് ഒരു ചൂട്. അയ്യോ എനിക്ക് ചൂട്ടോടാണ്ട. ടേസ്റ്റ് ചൂട് ഇത് ചൂട്ടോടായിരിക്കണം. ടേസ്റ്റ് നൈസ് കറക്റ്റ് ഉപ്പ്. ഞാൻ ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യാൻ പോകുന്ന വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞുതരാം. ഷുഗർ സ്നാപ്പ് നല്ല ടേസ്റ്റ് ആട്ടോ. അത് ജസ്റ്റ് വെള്ളത്തിൽ തിളപ്പിച്ചിട്ട് കഴിച്ചാലും നല്ല ടേസ്റ്റ് ആണ്.
എന്നിട്ട് ഈ ബട്ടറിൽ നമുക്ക് കുക്ക് ചെയ്യണം. അപ്പൊ ഇതിന് വേണ്ടി കുറച്ച് സോൾട്ട് ഇടണം നമ്മൾ. ഓക്കെ കുറച്ച് സോൾട്ട് മറ്റേനകത്തുണ്ട് കേട്ടാ പാത്രത്തിൽ. ഗ്രോസ് ഇട്ടോ. എന്ത് സോൾട്ട് ഉള്ളത്? പിങ്ക് സോൾട്ട് സൈഡിൽ ഇത്തിരി അതിൽ കുറച്ചിട്ടോ മറ്റേ. യെസ്. അപ്പോൾ അതിനുള്ള സോൾട്ടായി. ഓക്കെ. ഇനി അതിങ്ങനെ അതിൽ ഇടുന്ന ബട്ടറിൽ ഇടുന്നിട്ട് ഇങ്ങനെ കുക്കാവും. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് ടൊമാറ്റോ ഗ്രില്ല് ചെയ്യണം. ഒനിയൻ ഇതല്ലേ ഇത് മാത്രം മതി. എന്താണ് കുഞ്ഞാ ഇടാക്കാൻ പോണേ നീ? ഗ്രീൻ ചില്ലി ആവശ്യമുള്ള അല്ലേ? എരിവണ്ടവർക്ക് കൂടുതൽ ഇടാം. നമുക്ക് പിന്നെ ഞങ്ങളൊരാള് എരിവ് കഴിക്കൂല. അപ്പൊ ഒരു 4 ജില്ലി അങ്ങ് ഇട്ടുണ്ട്. അതും കൂടി ഇട്ടപ്പോൾ നമ്മുടെ ഐറ്റം റെഡി. ഇത്രേ ഉള്ളൂ കേട്ടാ. ഇംഗ്ലീഷ് കുക്കിംഗ് ഒക്കെ പഠിച്ചാൽ ഇത്രേ ഉള്ളൂ. നമ്മുടെ ഞാനൊക്കെ ഒരു സാമ്പാർ ചിക്കൻ കറി കഴിച്ചാൽ എത്ര സമയം എടുക്കും. അത് വാടി പൊടിയിട്ട് ഇങ്ങനെ അറിഞ്ഞ പറഞ്ഞു നമുക്ക് ഇഷ്ടമുള്ള പോലെ അത് ഇതാ ഇടാം. ഐറ്റം റെഡി. ജസ്റ്റ് ഒന്നവർക്ക് കാണിച്ചു കൊടുത്താൽ അതിൻ്റെ ഉണ്ട്. ഓക്കെ. ഞാൻ എടുത്തു നോക്കി കട്ട് ചെയ്തിട്ട് നോക്കി നോക്കി കാണുന്നറിയില്ല. റെഡിയായി. സാധനം കുക്കായി. നോക്കിയോ കുറച്ച് ക്രഞ്ചി ആയിരിക്കണം. ഉപ്പോട്ട് റെഡി. നമുക്ക് പ്ലേറ്റിൽ മാറ്റാം. നിങ്ങൾ എൻ്റെ മോളെ പറച്ചിൽ കേൾക്കുമ്പോൾ വിചാരിക്കും അപ്പടി തിന്നത്. എന്നോട് ഒരു കാര്യം ആവശ്യപ്പെട്ടിട്ടുണ്ട് കുക്കിംഗ് കഴിഞ്ഞിട്ട്. കിച്ചൺ ഒന്ന് കാണിച്ചു കൊടുക്കാൻ പറഞ്ഞു. ഇതാണ് ഹൈലൈറ്റ് എന്നാണ് ഇപ്പൊ ഷെഫ് പറയണത്. ഞാൻ കാണിച്ചു നോക്കിയേ. ഇത് കൊറേ പേര് എൻ്റെ അടുത്ത് ചോദിക്കും. എന്താണ് കൊറേ പേര് എൻ്റെ അടുത്ത് ചോദിക്കട്ടായി അപ്പം ഹസ്ബൻഡ് എന്താണ് ജോബ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഷെഫാണ് പറയുമല്ലോ. അപ്പൊ തന്നെ എനിക്ക് അറിയാം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്തായിരിക്കും എന്നുള്ളത്. എനിക്കറിയാം. കുറെ കൊല്ലങ്ങളായിട്ട് ഞാൻ കേൾക്കാൻ തുടങ്ങിയിട്ടുള്ളതാണ്. അപ്പൊ സുഖല്ലേ ഹസ്ബൻഡല്ലേ കുക്ക് ചെയ്യണത്? വെറുതെ പറഞ്ഞാട്ടെ കുക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് എത്ര ആളായിട്ടാ എനിക്ക് വേണ്ടി കുക്ക് ചെയ്ത് തുടങ്ങിയിട്ട്? ഈ ഒരു വർഷമാണ് എനിക്ക് ശരിക്കും പറഞ്ഞാൽ വല്ലപ്പോഴും ഒന്ന് ജസ്റ്റ് കുക്ക് ചെയ്ത് തരണം എനിക്ക് ചേട്ടൻ. അല്ലെങ്കിൽ ഞങ്ങൾ അങ്ങനെ കുക്കിംഗ് ഒന്നും ചെയ്യാറുണ്ടായിരുന്നില്ല. ഷെഫിന്റെ രീതിയിൽ എന്നിട്ടുണ്ടോ പിന്നത്തെ ഡിന്നറാണത്. നമുക്ക് ഇതുകൊണ്ട് സോസ് ഉണ്ടാക്കണോ? കോൺഫ്ലവർ ഇട്ടിട്ട് നമ്മൾ ചെറിയ തിക്ക് സോസ് ഇടണം. ഇപ്പൊ റെഡി ആയതിനു ശേഷം റെഡി. ഇത് ഓയിൽ മാത്രമല്ല ബട്ടറും പിന്നെ ഈ ഫിഷിന്റെ എന്തായാലും ഫാറ്റ് ആവില്ലേ? പിന്നെ ഈ ഫിഷിന്റെ ഫിഷ് കുക്ക് ചെയ്യുമ്പോൾ ഫിഷ് വന്ന് ഫാറ്റ് വരും. അതും കൂടിയിട്ട് വേണം. അപ്പൊ ഈ ഡയറ്റൊന്നും ചെയ്യുന്നത് അപ്പൊ ഈ ഫാറ്റിക്ക് നമ്മ കുറച്ച് കോൺഫ്ലവർ ഒരു 1/4 സ്പൂൺ മതിട്ടാ. നമുക്ക് കുറച്ചധികം വെള്ളം ഒഴിക്കാം. മതി. മാറിയുണ്ട് വെള്ളം കൂടി ഒഴിക്കേണ്ടി വരും. ചില കോൺഫ്ലവർ കുക്കാവും. ഉണ്ടാ സോസ് റെഡി ആയിട്ടുണ്ട്. ഇപ്പൊ ഫിഷ് നോക്കിയിട്ട് നമ്മൾ പ്ലേറ്റിലേക്ക് മാറ്റാം, കഴിക്കാം. ഓക്കെ. ഇപ്പം നമ്മുടെ ഫിഷ് ഷുഗർ ബീൻസ് എല്ലാം സോസ് അടക്കം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കത് പ്ലേറ്റ് ചെയ്യാം. കുഞ്ഞിന് കുറച്ച് ഐറ്റംസ് നിങ്ങൾ കാണിക്കണം എന്ന് പറഞ്ഞ ഒരേ വാശി. പറ. ഞാൻ വിഷ് മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചതാ. നല്ല രസമുള്ള ലെമൺ ക്ലിപ്പ്, ഈ ഹലോ കിറ്റി ക്ലിപ്പ്, പിന്നെ ഈ കുറോമി ഫേവറേറ്റ്. ഇത് ഓറഞ്ച്, ഇത് പിസ്താഷ്യൂ, ഇതൊരു ബ്രേസ്ലെറ്റ് ആണ്. കുഞ്ഞിനെ ഇതിൽ ഏതാ ഫേവറേറ്റ് ആയത്? കുറോമിയാണോ? കുറോമി അല്ല. അയ്യോ അതെ അറിയില്ല. എനിക്ക് ഈ പിസ്താഷ്യയുടെ ക്ലിപ്പ് ഒക്കെ നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. ഇത് നല്ല രസമുണ്ട്. എനിക്ക് അല്ലാതെ ഇഷ്ടമായി. ഇങ്ങനത്തെ ക്ലിപ്പാട്ടാ. അല്ലാതെ അതുപോലത്തെയോ?
ലൈക്ക് പിന്നെ ഇതും നല്ല ഭംഗിയുണ്ട് ഓറഞ്ചിന്റെ. അതെന്റെ അച്ഛൻ എടുത്തതാ. ആ പപ്പ എടുത്തതാ. പപ്പയുടെ അച്ഛൻ. ആ ശരി അച്ഛൻ. വീഡിയോയ്ക്ക് വേണ്ടി അച്ഛൻ വിളിക്കുമ്പോ പപ്പ. അപ്പൊ ഇനി അതിന്റെ വെജിറ്റബിൾ ഇട്ട് എല്ലാവർക്കും വെജിറ്റബിൾ ഇട്ടോളൂ. കാരണങ്ങൾ തുടങ്ങി കുഞ്ഞിന് കഴിക്കാതിരിക്കാനുള്ള കാരണങ്ങളാണ് കേൾക്കുന്നത്. മതിയേട്ടായി നിങ്ങൾ കഴിക്കും. ഇവിടുന്ന് ഫിഷ് ഇങ്ങനെ ജസ്റ്റ് തൊടുമ്പോ തന്നെ പൊട്ടി പോരും അല്ലേ? വിട്ടു പോരും. ഇങ്ങനെ വരും. മുള്ളു വേറെ മാംസം വേറെ പോരും. ഓടിപ്പോയി. ഈ സൈഡ് റെസ്റ്റോറൻറ്റിലെ ഫിഷ് കുക്ക് ചെയ്തുകൊണ്ടെന്ന് ചോലുണ്ട് പ്ലേറ്റ്. കുറച്ച് മുള്ളുണ്ടോ മോനെ? അയാടെ എടുത്തോണ്ട് ഒന്ന് മറിച്ചിട്ടോ നല്ല കഴിക്കാൻ പറ്റും. ഓക്കെ വാവ് നൈസ് നൈസ്. ഇത് മറിച്ചിട്ടിട്ട് ഇപ്പത്തെ സൈഡ് പപ്പയ്ക്ക് ഇങ്ങനെ ഇവിടെ കുറവുണ്ടാവും. അപ്പത്തെ സൈഡ് അല്ലേ? ഈ സൈഡിലാണ് സോഫ്റ്റ് മീറ്റ് ഉണ്ടാവും. ഈ തലര ഇതില്ലേ ഇവിടെ ഉണ്ടല്ല, ഇതാണ് മീനിലെ ഏറ്റവും സോഫ്റ്റ് മീറ്റ്. ഈ ഭാഗം ചൂടുണ്ടാവുക ഇല്ല, ചൂടില്ല. സോഫ്റ്റാണ് സീസണിങ് ഇല്ല. അതെനിക്ക് കഴിക്കണേ കുഞ്ഞാ. ഈ സ്പൂൺ എടുത്തിട്ട് സോസ് ഒഴിക്കാനായിട്ട് ഈ സോസ് തിക്കായി. ആ തിക് സോസാണ്. ഇത് മുകളിൽ ഒഴിക്കാം. എനിക്ക് വെക്കണേ. എനിക്ക് കുറച്ച് കൂടുതലാണോ സോസ്? അത് ഞാൻ കെട്ടില്ല കൂടുതല്. അപ്പൊ ഇനി നമുക്ക് കഴിക്കാം. വെജിറ്റബിൾ ഇടുക മുകളിൽ, ഇത് സോസിൽ ഇടുക. ഫിഷ് ആക്കി ഫിഷ്. നൈസ്. മുള്ളുണ്ടാ? സോസിൽ ഇങ്ങനെ നല്ലോണം മുക്കി. പിന്നെ എങ്ങനെയുണ്ട്?